നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ത്യനാളാകുന്ന സമയത്ത് വിവരക്കേട് വർദ്ധിക്കും എന്ന് പറഞ്ഞില്ലേ? ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. വിവരമുള്ളവരെല്ലാം മരിച്ചു തീർന്നു പോകും. അങ്ങനെ അവസാനം ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഒരു മുജ്തഹിദായ പണ്ഡിതരും ഒരു ആലിമും മുജ്തഹിദായ ഒരു ഇമാമും ഇല്ലാത്ത കാലം വരും. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? അതേ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ പിടിച്ചിട്ടതാ ചില വിവരമില്ലാത്ത ആളുകളെ നേതാക്കളാക്കും. ഫസുഇലു, അവരോട് ചോദിക്കപ്പെടും. ഫഅത്തൗ, അവർ സ്വന്തം തന്നെ മറുപടി അങ്ങ് പറയും. വിവരമുള്ളവരെന്ത് പറഞ്ഞുവെന്ന് നോക്കിയിട്ടല്ല അവരുടെ മറുപടി, ഇമാമീങ്ങൾ എന്ത് പറഞ്ഞുവെന്ന് നോക്കിയിട്ടല്ല അവരെ മറുപടി, അവര് സ്വന്തം തന്നെ മറുപടി അങ്ങ് പറയും. അങ്ങനെ ഈ മറുപടി പറയുന്ന ഇവരും പിഴച്ചുപോയി, അവരനുയായികളെ മുഴുവനും അവർ പിഴപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും അല്ലാത്ത കക്ഷികളും തമ്മിൽ വേർതിരിയുന്ന രംഗം. നമുക്ക് ഏത് വിഷയവും നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ മുഖേന, ഇമാമീങ്ങൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്ന പരമ്പരയിലൂടെ നമുക്ക് ലഭിക്കണം. അങ്ങനെ ലഭിക്കുന്നതാണ് നാം സ്വീകരിക്കുന്നത്. ഖുർആനും ഹദീസും ആർക്കും എങ്ങനെയും വളച്ചൊടിക്കാൻ കഴിയും. ഖാദിയാനിയും ഖുർആൻ ഓതുന്നുണ്ട്, ക്രിസ്ത്യാനിയും ഓതുന്നുണ്ട്. അലവി മൗലവി എന്നുണ്ട്, മഞ്ചേരിയിൽ ഒരു മൗലവിയുണ്ട്. അയാളെ ബാപ്പയും ഉമ്മയൊക്കെ മുസ്ലിമായിരുന്നു. അയാൾ എന്ത് ചെയ്തു? അയാൾ ക്രിസ്ത്യാനിയായി. അയാൾ ക്രിസ്ത്യാനിയായിട്ട് അലവി ഫാദറായി. അയാൾ ഖുർആൻ ഓതുന്നുണ്ട്, ക്രിസ്തു മതമാണ് ശരി എന്നുള്ള ഖുർആൻ ഓതുന്നുണ്ട്. അപ്പൊ ആർക്കും എന്തും ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറയട്ടെ, നമ്മൾ നമ്മുടെ മുൻഗാമികളായ ഇമാമീങ്ങൾ, ആ ഇമാമീങ്ങളുടെ പരമ്പര മുറിയാതെ നമ്മൾ ആശയം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാ. അങ്ങനെ ഒരു പരമ്പര സുന്നത്ത് ജമാഅത്ത് അല്ലാത്തവർക്ക് കാണിക്കാൻ സാധ്യമല്ല. ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹ, മഹാനവറുകളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ. കടവത്തൂരിലും കുറ്റ്യാടിയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ പിഴച്ച ആശയങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ നാദാപുരത്തിന്റെ മണ്ണിലും പരിസരങ്ങളിലും ആ ആശയം കടക്കാതെ സൂക്ഷിക്കാൻ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും ജനങ്ങൾക്കും എല്ലാ നേതൃത്വവും നൽകിയത് ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു തങ്ങളാണ്. മഹാനവറുകളുടെ നേതൃത്വത്തിലാണ് പുളിക്കൂലിൽ വെച്ച്, നാദാപുരം പുളിക്കൂലിൽ വെച്ച് മുജാഹിദുകളുമായി വാദപ്രതിവാദം നടന്നത്. ആ വാദപ്രതിവാദത്തിലാണ് ലാ തൻഖതിഉ കറാമത്തുൽ ഔലിയാ ബിമൗതിഹിം, ഔലിയാക്കളുടെ കറാമത്ത് മരണം കൊണ്ട് നിലച്ചു പോവുകയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് തൻഖതിഉ എന്നാക്കി ലാ ഒഴിവാക്കി വായിച്ചപ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ തർക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹുമാ ലാ കട്ടതോ എന്ന് ചോദിക്കുകയും ചെയ്തത്. ആ മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ് നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങൾ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, കെ സദഖുള്ള മുസ്ലിയാർ, കെ അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ കാങ്ങാട്ട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ആലിമീങ്ങൾ, അവരൊക്കെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യന്മാരാണ്. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരിൽ ഇജാസത്ത് വാങ്ങിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഹിജ്റ 1299 ജനിച്ച് 1385 മരണപ്പെട്ടു. മഹാനവറുകളുടെ ഗുരുവര്യരാണ് കുഞ്ഞഹമ്മദ് ഹാജി തിരൂരങ്ങാടി. 1338 വഫാത്തായി. മഹാനവറുകളുടെ ഉസ്താദാണ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ. 1322 വഫാത്തായി. മഹാനവറുകളാണ് ബദർ മൗലിദ് ഉണ്ടാക്കിയത്.
മഹാനവറുകളുടെ ഉസ്താദാണ് അലി ഹസൻ കോയക്കുട്ടി മുസ്ലിയാർ, 1207 വഫാത്തായി. മഹാനവറുകളുടെ ഉസ്താദാണ് സൈനുദ്ദീൻ റംലി, സൈനുദ്ദീൻ മഖ്ദൂം അൽ അഖീർ. അവർ രണ്ടുപേരും ഒരാൾ 1309-ലും 1305-ലുമായി ഓരോരുത്തരും വഫാത്തായി. അവരുടെ ഉസ്താദാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, 1273-ൽ വഫാത്തായി. ഉമർ ഖാദിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് എത്രയോ ഇസ്തിഗാസ ചെയ്യുന്ന പദ്യം ചൊല്ലിയതും. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് ഖബറിന്റെ അടുക്കൽ ചെന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയപ്പോൾ അവിടെ വെച്ച് വാതിൽ തുറന്നതും ഒക്കെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവാണ്. മഹാനവറുകളുടെ ഉസ്താദാണ് മമ്മിക്കുട്ടി ഖാദി, 1217-ൽ വഫാത്തായി. അവരുടെ ഉസ്താദാണ് അലി ഹസൻ അൽ അവൽ മഖ്ദൂം, 1200-ൽ വഫാത്തായി. മഹാനവറുടെ ഉസ്താദ് ഷെയ്ഖ് അഹമ്മദ് അവൽ മഖ്ദൂം, 1179. ഇനി അങ്ങോട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര, ഒരു പരമ്പര മാത്രം ഇപ്പോൾ വായിക്കുകയാണ്. നമുക്ക് മറുവശത്തിലുള്ള പരമ്പരയും കൂടി ഒന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ട്. അഡ്രസ് ഉണ്ടോ എന്നൊന്ന് നോക്കണല്ലോ ദീന് പറയുമ്പോ. സഹോദരന്മാരെ, ഖാജ അഹമ്മദ് മഖ്ദൂം 1160, നൂറുദ്ദീൻ മഖ്ദൂം 1153, മഖ്ദൂം അബ്ദുൽ അസീസ് ഖാലിസ് 1130, അബ്ദുറഹ്മാൻ മഖ്ദൂം 1110, ഉസ്മാൻ മഖ്ദൂം 1077, അബ്ദുറഹ്മാൻ മഖ്ദൂം 1029, അഹമ്മദ് സൈനുദ്ദീൻ മഖ്ദൂം 1028. ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫാണ്. മഹാനവറുകളുടെ ഗുരുവര്യരാണ് ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, 973. മഹാനവറുകളുടെ ഗുരുവര്യരാണ് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, 926. മഹാനവറുകളുടെ ഉസ്താദാണ് ഇമാം മഹല്ലി, 864. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരി എഴുതിയ, പരിശുദ്ധ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതിയ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഉസ്താദ. ബഹുമാനപ്പെട്ടവർക്ക് റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്ത ഓരോ ഗ്രന്ഥങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കാൻ പോകുന്നുണ്ട്. ഇനി സഹോദരന്മാരെ, മഹാനവറുകളുടെ ഗുരുവര്യരാണ് അഹ്മദ് ഇബ്നു അബ്ദുറഹീം അൽ ഇറാഖി, ഇമാം മഹല്ലിയുടെ ഉസ്താദാണ്. അബ്ദുറഹീം ഇബ്നു ഹുസൈൻ അൽ ഇറാഖി അവരുടെ ഗുരുവര്യരാണ്. മഹാനവറുകൾ അഹ്മദ് ഇബ്നു അബ്ദുറഹീം അൽ ഇറാഖി 826, അബ്ദുറഹീം ഇബ്നു ഹുസൈൻ അൽ ഇറാഖി 806, അലാവുദ്ദീൻ ഇബ്നു ഇബ്രാഹിം അൽ അഥാ 734-ൽ വഫാത്താണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകളുടെ ഉസ്താദാണ് അൽ ഇമാം അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് അൻ-നബാവി റഹ്മത്തുള്ളാഹി അലൈഹി 676. മഹാനവറുകളുടെ ഉസ്താദാണ് സുല്ലാർ ഇബ്നു ഹസൻ അൽ ഇർബലി 670. മഹാനവറുകളുടെ ഗുരുവര്യർ മുഹമ്മദ് ഇബ്നു മുഹമ്മദ് 667. അബ്ദുൽ ഗഫാർ അൽ ഖസ്വീനി മഹാനവറുകളുടെ ഗുരുവര്യരാണ് 665. മഹാനവറുകളുടെ ഉസ്താദാണ് ഇമാം അബ്ദുൽ കരീം റാഫിഈ 623. മഹാനവറുകളുടെ ഉസ്താദാണ് സ്വന്തം പിതാവായ അബുൽ ഫദ്ൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ കരീം റാഫിഈ. മഹാനവറുകൾ 580. മുഹമ്മദ് ഇബ്നു യഹ്യ അൻ-നൈസാബൂരി മഹാനവറുകളുടെ ഉസ്താദാണ് 549. ബഹുമാനപ്പെട്ടവരുടെ ഗുരുവര്യരാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി 505. മഹാനവറുകൾ ഗുരുവര്യരാണ് ഇമാമുൽ ഹറമൈനി 478. മഹാനവറുകളുടെ ഗുരു അബൂ മുഹമ്മദ് അൽ ജുവൈനി 438. മഹാനവറുകളുടെ ഉസ്താദ് അബൂബക്കർ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ഇബ്നു അൽ ഖഫാൽ 417. മഹാനവറുകളുടെ ഉസ്താദ് അബൂ ഇസ്ഹാഖ് അൽ മർവസിൽ കബീർ 340. അവരുടെ ഉസ്താദ് അബുൽ അബ്ബാസ് അഹ്മദ് അൽ ബഗ്ദാദി 306. മഹാനവറുകളുടെ ഉസ്താദാണ് അബുൽ ഖാസിം ഉസ്മാനുൽ അൻമാത്തി 288. മഹാനവറുകളുടെ ഉസ്താദാണ് അൽ മുസനി അബൂ ഇബ്രാഹിം ഇസ്മാഇൽ ഇബ്നു യഹ്യ 264. മഹാനവറുകളുടെ ഗുരുവര്യരാണ് അൽ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജ്റ 204-ൽ വഫാത്ത്. മഹാനവറുകളുടെ ഉസ്താദാണ് അൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഹിജ്റ 179. മഹാനവറുകളുടെ ഉസ്താദാണ് നാഫി മൗല ഇബ്നു ഉമർ 117. മഹാനവറുകളുടെ ഉസ്താദാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 73-ൽ വഫാത്താണ്. ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് പരമ്പര മുറിഞ്ഞു പോകാതെ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ വരെയും അതിനുശേഷം നമ്മുടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ കീഴ ഉസ്താദ്, കണ്യത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, ഉള്ളാൾ തങ്ങൾ, ഒക്കെ ഉസ്താദ്, സദഖത്തുള്ള മുസ്ലിയാർ തുടങ്ങിയ ആലിമീങ്ങൾ അവര് മുഖേന നമ്മുടെ ഉസ്താദുമാർക്ക് ലഭിക്കുകയും ആ ഉസ്താദുമാര് മുഖേന നമുക്ക് ലഭിക്കുകയും ചെയ്തതാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇത് വ്യക്തമായ അഡ്രസ് സഹിതമാണ് പറയുന്നത്.